നമസ്കാരം. ഈ തറവാട്ട് മഹിമ എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ചില ഉന്നത കുല ജാതന്മാർ കുടുംബത്തിൽ പിറന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ വാക്കുകൊണ്ട് അവർ അർത്ഥമാക്കിയിരുന്നത് എന്താണെന്ന് ഇന്ന് തൃശ്ശൂരിലെ ഒരു ഉന്നത കുല ജാതന്റെ കുടുംബത്തെ കുറിച്ചുള്ള വാർത്ത കൂടി പുറത്തു വന്നപ്പോൾ ബോധ്യപ്പെടുകയാണ്. എന്താണെന്നല്ലേ ഇതേ കേട്ടെ. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഇരട്ട വോട്ട്. തൃശൂരിലും കൊല്ലത്തുമാണ് വോട്ടുള്ളത്. കൊല്ലത്തെ കുടുംബ വീടായ ലക്ഷ്മി നിവാസ് മേൽവിലാസത്തിലാണ് കൊല്ലത്തെ വോട്ട്. വോട്ട് മോഷണം കുടുംബത്തോടൊപ്പം എത്ര മാന്യമായ കുടുംബമാണ്, ആദരിക്കപ്പെടേണ്ട കുടുംബമാണ്. വലിയ സവർണ ജാതി പരമ്പരകളാണ് ഉന്നത കുല ജാതൻ ഗോപി. കുടുംബത്തിലുള്ള അനിയനും ചേട്ടനും എല്ലാം നാട്ടിൽ കള്ളവോട്ട് ചെയ്യാൻ നടക്കുന്ന കള്ളന്മാരാണെന്ന് ഇപ്പോ കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അത് സുഭാഷ് ഗോപി മാത്രമല്ല, ഭാര്യ, ഡ്രൈവർ, സകലമാന പേരെയും അങ്ങ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവർക്കെല്ലാം വോട്ട് റെഡിയാക്കി കൊടുക്കുന്നു. എത്ര മഹത്തരമായിട്ടുള്ള പ്രവർത്തനമാണ് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ്, അതായത് ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തരമായ പ്രവർത്തനത്തെ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവർത്തനം നോക്കിയേ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഈ കുലപുരുഷന്മാർ. അതായത് പുറത്ത് പുട്ടിയിട്ട് വലിയ സുമുഖന്മാരെ പോലെ നടക്കുമെങ്കിലും സമൂഹത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ കള്ളന്മാരാണ്, കൊള്ളക്കാരാണ്. ഏത് കാര്യത്തിൽ? വോട്ടിന്റെ കാര്യത്തിൽ, നികുതി വെട്ടിപ്പിന്റെ കാര്യത്തിൽ. നേരത്തെ പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ അത്യാഡംബര കാർ രജിസ്റ്റർ ചെയ്ത ആ നികുതി കൊള്ളക്കാരനെ നിങ്ങൾ കണ്ടില്ലായിരുന്നു? ആ നികുതി കൊള്ള മാത്രമല്ല, ആ തറവാടികൾ എന്ന് പറഞ്ഞാൽ അടിമുടി കൊള്ളക്കാരാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഈ കൊള്ളത്തരങ്ങൾ പുറത്തു വരുമ്പോൾ അന്തസ്സുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് ഒന്നും ഒളിപ്പിക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യും? പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. പക്ഷെ എന്ത് പറയാൻ? ആ ഉന്നത കുലജാതനായിട്ടുള്ള കേന്ദ്ര സഹവാഴാജി ഇന്നിപ്പോ രാജ്യസഭയിലേക്ക് പോകുന്ന വഴിക്ക് മാതൃഭൂമി മൈക്കുമായി ചെന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആ പ്രകടനം കണ്ടപ്പോൾ പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ അശോകന്റെ ഡയലോഗാണ് ഓർമ്മ വന്നത്. സർ നമസ്കാരം, മാതൃഭൂമി. സർ, തൃശ്ശൂരിലെ വലിയ ആരോപണമാണുള്ളത്. സർ, എന്നാണ് അതിൽ പരിഹരിക്കാറുള്ളത്? സർ, താങ്കളുടെ ഡ്രൈവർ ഉൾപ്പെടെ വോട്ട് കള്ളവോട്ട് ചേർത്തു എന്ന് പറയുന്നു. സർ, ഒന്നും പരിഹരിക്കാറില്ല. സർ, സർ, വ്യാപകമായി RSS നേതാവ് ഷാജി കെയാറും വ്യാജ വോട്ട് ചേർത്തു എന്ന് ആരോപണം. സർ, യാതൊരു പ്രതികരണമില്ലേ? ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒരു വിഷയത്തിലാണ്. സർ, സർ ഒന്നും പറയാനില്ലേ? സർ, ഒന്നും പറയാനില്ലേ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ! ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. യവ 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 കണ്ട, ഇവൻ ബദിരനും മൂങ്ങനുമാണ്. ഇപ്പോ ബദിരനും മൂങ്ങനുമാണ്. സംസാരശേഷിയും കേൾവി ശക്തി എല്ലാം നഷ്ടപ്പെട്ടു. ബാക്കിയൊന്നും കാണാതിരിക്കുക ഒരു ഗ്ലാസും വെച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. അതായത് അടിമുടി കള്ളത്തരമാണെന്നും അടിമുടി ഉടായ്പാണെന്നും ഏറ്റവും വലിയ വോട്ട് ചോറാണെന്നും കണ്ടെത്തിയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മിണ്ടാട്ടം പോലും നിലച്ചു പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. ആലത്തൂർ മണ്ഡലത്തിലുള്ള RSSകാരെ എല്ലാം തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു. കൊല്ലത്തുള്ള കുടുംബക്കാർ, എന്തിനേറെ പറയുന്നു, ഡ്രൈവറെ വരെ നേരെ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ വോട്ട് സൃഷ്ടിച്ചെടുത്ത ആ മഹാവിസ്മയമുണ്ടല്ലോ, ഉന്നത കുലജാതന്മാർക്കുള്ളിലെ ആ സത്യസന്ധനെ തുറന്നു കാട്ടുകയാണ്. എത്ര നല്ല ഹരിശ്ചന്ദ്രന്മാരാണ്, നമ്മൾ അറിയാതെ തെറ്റിദ്ധരിച്ചു. ഈ കാണിക്കുന്ന പ്രകടനങ്ങളൊക്കെ കണ്ടിട്ടും ക്യാമറ ഫോട്ടോഷൂട്ടുകളും കണ്ടപ്പോൾ നിങ്ങൾ കരുതി ഇത് സ്വർണമാണെന്ന്. അപ്പോഴേ പറഞ്ഞില്ലേ, ഇത് സ്വർണമല്ല, ചെമ്പിനെ നിറം പൂശി വച്ചിരിക്കുകയാണ്. ഏത് പത്തരമാറ്റ സ്വർണ്ണമല്ല, ഇത് അരമാറ്റ് സ്വർണം പോലും ഇല്ലാത്ത ഏതോ ഒരു കളർ വാങ്ങി അടിച്ച് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച ഒരു 9/6 വോട്ട് ചോറാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. മാധ്യമങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ അനുസരിച്ച് നേരെ ചൊവ്വയെ കടന്നുകൂടിയതല്ല. ജയിക്കാൻ വേണ്ടി മഹാഭാരതത്തിൽ പറയുന്ന ആ ഗീതോപദേശത്തിനിടയിൽ പറയുന്ന വാചകമുണ്ട്, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് കള്ളവോട്ട് വേണമെങ്കിൽ കള്ളവോട്ട് ചേർക്കാം. കുടുംബക്കാരെ മുഴുവൻ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് അവിടെ ഏതെങ്കിലുമൊക്കെ ഫ്ളാറ്റിൽ അവർ പോലും അറിയാതെ പേര് ചേർത്ത് അവിടത്തെ വോട്ടറാക്കി മാറ്റുകയാണ്. ഇങ്ങനെ അടിമുടി ഉടായ്പായിട്ടുള്ള വ്യക്തി ചെയ്ത കൊള്ളത്തരങ്ങളെല്ലാം കൈയോടെ പിടിക്കുമ്പോൾ ഇനി ഒരു മിനിറ്റ് ആ പദവിയിൽ തുടരാനുള്ള അർഹതയുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ബാക്കിയുള്ളവരുടെ എല്ലാ രാജ്യം ആവശ്യപ്പെടാനുള്ള ആവേശം ഇന്നിപ്പോ ബദിരനും മൂങ്ങനുമായിട്ട് ഓടി രക്ഷപ്പെടുമ്പോൾ, ഒന്നും കാണാതിരിക്കാൻ വേണ്ടി ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് പോകുമ്പോൾ, ഒരാൾക്ക് ചെയ്ത കള്ളം കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് ഈ സമൂഹത്തിന് കാണാൻ പറ്റിയ സന്ദർഭമാണെന്ന് പറയേണ്ടി വരികയാണ്.